2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളുമായി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 5% കുറവാണ് പോളിംഗിൽ കാണുന്നത്. ഈ കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ NDA സഖ്യവും. ഈ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുമൊക്കെ ഏറ്റവും അധികം പ്രതീക്ഷ വച്ച് പുലർത്തുന്ന സംസ്ഥാനങ്ങൾ കേരളം, അതുപോലെ തന്നെ കർണാടക, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 14 മണ്ഡലങ്ങളിൽ 7 മുതൽ 10 വരെ സീറ്റുകളിൽ തങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. രാജസ്ഥാനിലും 2019 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ കുറവാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ വിലയിരുത്തുന്നത്. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ NDA തങ്ങളുടെ 2019 നില അത് നിലനിർത്തുമെന്ന അവകാശവാദമാണ് BJPയും വച്ചു പുലർത്തുന്നത്. പോളിംഗിൽ എത്ര കുറവുണ്ടായാലും അത് തങ്ങളെ ബാധിക്കില്ല എന്നും BJP വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ കനത്ത ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ നേരത്തെ തന്നെ ചൂടുണ്ട്, ഉത്തരേന്ത്യയിൽ കനത്ത ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. അത് പോളിംഗ് ശതമാനത്തെ കുറയ്ക്കുന്നതിനൊരു ഘടകമാണ്. പിന്നീടുള്ളത് ആൻറ്റി ഇൻകംബൻസി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവെന്നാണ് BJP വിലയിരുത്തുകയും ചെയ്യുന്നത്.